എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയായ ദർശന. ഈ ദർശന നടത്തുന്ന ഈ വരുന്ന 24-ാം തീയതി കാരപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുന്ന ഒരു ഇഗ്നൈറ്റ് എന്നൊരു പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ NG സുരേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. വലിയ വിശദീകരണത്തിന് ഇന്ന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പത്രക്കുറിപ്പിൽ വളരെ വിശദമായി തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഷമീം പറഞ്ഞതുപോലെ പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ് 1970 മുതൽ കഴിഞ്ഞ വർഷം വരെ പഠിച്ച് വന്ന വിദ്യാർത്ഥികളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ്. അലുമിനി അസോസിയേഷൻ അല്ല, പക്ഷേ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ദർശന. ദർശന ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ. കേരളത്തിൻ്റെ ഒരു പൊതുവികസനത്തിൽ എങ്ങനെയാണ് ഇത്തരം കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു എന്താ പറയുക കർമ്മശേഷി ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ദർശന. അപ്പോൾ ആ നിലയ്ക്ക് കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഒക്കെ പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ അവരുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റിൻ്റെ ഒക്കെ ഭാഗമായി ഏതെങ്കിലും സ്റ്റാർട്ടപ്പായും ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന പദ്ധതികൾ കണ്ടെത്തുകയും അത് കേരളത്തിൻ്റെ ഒരു പൊതുവികസനത്തിന് ഒരു സംരംഭം എന്ന രൂപത്തിൽ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നതിനുള്ള സാധ്യത എന്താണ് എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇഗ്നൈറ്റ് എന്നൊരു പരിപാടി കഴിഞ്ഞ 4 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇന്നവേഷൻ ചലഞ്ച് എന്ന രൂപത്തിലാണ് ഇഗ്നൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 തവണയായിട്ട് ഇഗ്നൈറ്റ് കഴിഞ്ഞു. ഈ പ്രാവശ്യത്തെ ഇഗ്നൈറ്റിൽ ഏകദേശം 80 സ്ഥാപനങ്ങളിൽ നിന്നായിട്ട് 425 എൻട്രികളാണ് നമുക്ക് കിട്ടിയത്. ഈ 425 എൻട്രികൾ നമ്മൾ പ്രാഥമിക പരിശോധനയിൽ ഒരു 61 സെലക്ട് ചെയ്ത് അവരുടെ പ്രസൻറ്റേഷൻസ് പൂർണ്ണമായും കേട്ടതിന് ശേഷം 65 എണ്ണത്തിൽ നിന്ന് പിന്നെ ഒരു 31 അത് ചുരുക്കി ആ 31 പേരിലെ അവരുടെ പ്രോട്ടോടൈപ്പുകൾ കൂടി പരിശോധിച്ചതിന് ശേഷം, അതായത് 3 ലെവലിൽ വാല്യുവേഷൻ നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ 15 പ്രോജക്റ്റുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പൊതുവികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മേഖല, കാരണം പ്രധാനമായും ഈ പരിപാടിയുടെ ഒരു മുദ്രാവാക്യമായിട്ട് കേരളത്തിൻ്റെ സുസ്ഥിര വികസനം എന്നതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു തൊഴിൽ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിൽ എങ്ങനെയാണ് തൊഴിൽ മെച്ചപ്പെടുത്താൻ കഴിയുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുക, നമ്മുടെ ഒരു എന്താ പറയുക പ്രകൃതിക്ക് ഇണങ്ങുന്ന രൂപത്തിലുള്ള പദ്ധതികൾ എങ്ങനെ ആസൂത്രണം ചെയ്യാൻ കഴിയും എന്നതിനാണ് ഈ സുസ്ഥിര വികസനം എന്നതാണ് നമ്മൾ അതിൻ്റെ അകത്തൊരു തീമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് ഉതകുന്ന രൂപത്തിലുള്ള ചില പദ്ധതികളാണ് ഇപ്പോൾ 15 പദ്ധതികളായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ് ഇപ്പം കാരപ്പറമ്പിൽ 24-ാം തീയതി നടക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോടിൻ്റെ ഒരു സുസ്ഥിര വികസനം എന്ന വിഷയത്തിനകത്തൊരു തിങ്സ്പയർ എന്ന് പറയുന്ന ഒരു ഐഡിയ കോൺടെസ്റ്റും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 100ഓളം എൻട്രികൾ ഐഡിയ കോൺടെസ്റ്റിൻ്റെ ഭാഗമായി കിട്ടിയിരുന്നു. അതിൽ സെലക്ട് ചെയ്തിട്ടുള്ള 15 ഐഡിയകളുടെ പ്രസൻറ്റേഷനും അതുപോലെ തന്നെ കാരപ്പുറം സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പെയിൻറ്റിംഗ് കോമ്പറ്റീഷനും ഒക്കെ അടങ്ങുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത്തവണത്തെ ഇഗ്നൈറ്റ് ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി നമ്മൾ കുട്ടികൾക്ക് ക്യാഷ് പ്രൈസ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ടത് ഈ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നു എന്നുള്ളതല്ല. ഇത് കേരളത്തിലെ KDISC, അതുപോലെ തന്നെ സ്റ്റാർട്ട് മിഷൻ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാല, ഇത്രയും സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി നടത്തുന്നതും തുടർന്ന് ഇതിൽ സംരംഭകത്വ സ്വഭാവമുള്ള ഏതെങ്കിലും പ്രോഡക്റ്റായി വികസിപ്പിക്കാൻ കഴിയുന്ന പദ്ധതികളെ തുടർന്നും അത് എന്താ പറയുക ഒരു പ്രോഡക്റ്റാക്കി ഡെവലപ്പ് ചെയ്ത് ഒരു സംരംഭകമാക്കി മാറ്റുന്നത് വരെയുള്ള ഒരു സപ്പോർട്ട് കൂടി ദർശന കൊടുക്കണം എന്നാണ് ആലോചിക്കുന്നത്. ആ നിലയ്ക്ക് KDISCുമായിട്ടും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ടും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഇൻക്യുബേഷൻ സെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ടീമുകൾക്ക് അതിനാവശ്യമായ സഹായം കൂടി നൽകുക, അങ്ങനെ കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഫലപ്രദമായി ഇടപെടുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിലൊരു കേരളത്തിൽ വിവിധ കോളേജുകളിലൊക്കെ തന്നെ ടെക് ഫെസ്റ്റുകൾ നടക്കാറുണ്ടെങ്കിൽ പോലും അത് കേവലമായി ചില പ്രദർശനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഭാവിയുടെ ഒരു എന്താ പറയുക പുതിയ പദ്ധതികൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് പറ്റുന്ന നിലയിലുള്ള ഒരു ഇടപെടൽ എന്ന നിലയ്ക്ക് വളർത്തിയെടുക്കാനാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം കഴിഞ്ഞ 4 തവണ നടന്നിട്ടുള്ള പദ്ധതികളിലും കുറച്ചേറെ പ്രോജക്റ്റുകൾക്ക് നമുക്ക് ഈ നിലയ്ക്ക് സംരംഭങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തവണയും 15 പ്രോജക്റ്റുകളിൽ കുറേയെങ്കിലും പുതിയ സംരംഭങ്ങൾ ആയി മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനകളുണ്ട്. ഈ സംഘടനകളെയൊക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് ഒരു അപ്പെക്സ് ബോഡി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ കേരളത്തിൻ്റെ ഒരു സ്കില്ല് പുറത്തിപ്പം ആളുകളൊക്കെ തന്നെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഗ്ലോബലായി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്കിൽ സെറ്റിനെ എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു പൊതുവികസനത്തിന് കോർഡിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുക എന്ന ഒരു ആലോചനയുടെ ഭാഗമായി കൂടിയാണ് യഥാർത്ഥത്തിൽ ദർശന പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ പരിപാടിക്ക് ആളുകൾക്കിടയിൽ ആവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക വിസിബിലിറ്റി കിട്ടുന്നതിനും അതുപോലെ തന്നെ പരിപാടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയൊക്കെ തന്നെ ഈ പരിപാടിയിലേക്ക് എത്തിക്കുന്നതിനും നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. പരിപാടിയിൽ പങ്കെടുക്കുന്ന ഗസ്റ്റുകളുടെ വിശദാംശങ്ങൾ ഈ കുറിപ്പ് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വിശദാക്കാൻ. രാവിലെ മേയറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകുന്നേരം പരിപാടിയുടെ സമാപന സമ്മേളനവും സമ്മാനദാനവും നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവാണ് നിർവഹിക്കുക. കേഡക്സിൻ്റെ മെമ്പർ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO അനൂപ് അംബിക, ഊരാളെങ്കിൽ ലേബർ കോമൺസ് സൊസൈറ്റിയുടെ ചെയർമാനായിട്ടുള്ള രമേശൻ പാലേരി, VKC മുഹമ്മദ് കോയ അടക്കമുള്ള ആളുകളൊക്കെ ഈ പരിപാടിയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒട്ടേറെ പേർ വിവിധ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദർശനയുടെ മെമ്പർമാർ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംരംഭകരൊക്കെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഗൈഡൻസും അതുപോലെ തന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദർശനയുടെ ഈ ഇഗ്നൈറ്റ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഒന്നാം റൗണ്ടിൽ സെലക്ട് ചെയ്യപ്പെട്ട 65 പ്രോജക്റ്റുകൾക്കും വിവിധ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും മെൻറ്റർഷിപ്പ് ഉറപ്പുവരുത്തുകയും അതിൻ്റെ ഭാഗമായി ഒരു മെൻറ്റർഷിപ്പിൻ്റെ ഭാഗമായി അവരുടെ പ്രോജക്റ്റ് മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മൾ നടത്തിയിരുന്നു. ഇപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 15 പ്രോജക്റ്റുകളെയും സംരംഭങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന രൂപത്തിലുള്ള ചില ഇടപെടലുകളും തുടർന്നും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 24-ന് നിങ്ങളെല്ലാവരും കഴിയുന്നതും കുറച്ച് സമയം ഇതിനു വേണ്ടി ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഈ സാധാരണ നിലയിൽ ഈ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളൊരു പ്രോഗ്രാമായിട്ടല്ല ഞങ്ങളിത് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പിന്നെ ഇതിൽ സംരംഭകരായിട്ടോ അതല്ലെങ്കിൽ മെൻറ്റോർഷിപ്പിനോ ഈ വിദ്യാർത്ഥികൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള നമ്മളെന്ന് പറഞ്ഞാൽ തന്നെ ഈ സുരേഷ് പറഞ്ഞ പോലെ ഒരു 70s തൊട്ടിട്ടുള്ളൊരു കളക്റ്റീവ് ഓഫ് എൻജിനീയേഴ്സാണ്. പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എങ്ങനെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ കഴിയുന്നുള്ള ആ ഒരു തോട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പം ഈ സ്റ്റുഡൻസിനെ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ മെയിനായിട്ടുള്ള ആ ഇവൻറ്റ് സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും ഒരു 5 ജനറേഷനെ ഞങ്ങൾ അന്ന് 24-ന് നിങ്ങൾക്ക് വേണ്ടി അവിടെ കാരപ്പറമ്പ് സ്കൂളിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു 5 ജനറേഷൻ ഓഫ് ഇന്നോവേറ്റേഴ്സിനെ. അതായത് ഇപ്പോൾ തുടങ്ങുന്ന ഈ കുട്ടികളുടെ വളരെ മുമ്പേ നടന്ന് കയറിയ ഒരു ആക്ച്വലി കോഴിക്കോട് ബേസ് ചെയ്തിട്ട് തന്നെ വളരെ ഇന്നോവേറ്റീവായിട്ട് വളരെ സസ്റ്റൈനബിലിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിലുള്ള ഒരു 6 സംരംഭകർ അന്ന് അവിടെ ഉണ്ടായിരിക്കും. അത് വളരെയധികം ഇന്നോവേറ്റീവായിട്ട്, അതായത് ഈ പ്ലാസ്റ്റിക്സിനെ എന്താ പറയുക റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്സിനെ ഒക്കെ എടുത്ത് ബിൽഡിംഗ് ബ്ലോക്സ് ആക്കി മാറ്റിയ ടൈപ്പ് പ്രോഡക്ട്സ്, തവിടിൽ നിന്ന് പ്ലേറ്റ്സ് ഉണ്ടാക്കിയ പ്രോഡക്ട്സ്, നിങ്ങൾക്ക് പലർക്കും അതൊക്കെ അറിയുണ്ടാവും. അപ്പോൾ അവർ അന്നുണ്ടായിരിക്കും. ആ ഒരു ജനറേഷൻ, അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആ പ്രോഡക്ട്സ് നിങ്ങൾക്ക് അന്ന് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിൽ ഇപ്പോൾ അടുത്ത് തുടങ്ങിയ യങ് ബ്രൈറ്റ് മൈൻഡ്സ് അവരുണ്ടായിരിക്കും. ഒരു 7 സ്റ്റാൾസ് അവരുണ്ടായിരിക്കും. ആ ജനറേഷൻ, അതായത് തുടങ്ങി വെച്ച മുമ്പേ നടന്നു പോയ ഒരു ജനറേഷൻ ഉണ്ടായിരിക്കും. അതും ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ്സ് ആണ്, ഒക്കെ സസ്റ്റൈനബിലിറ്റി ഓറിയൻറ്റഡ് ആണ്. അവരുണ്ടായിരിക്കും. ഈ പുതിയ സ്റ്റാർട്ടപ്പുകാരുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ വിദ്യാർത്ഥികളെന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് മാത്രമല്ല, മെഡിക്കോസ് ഉണ്ട്, ഡെൻറ്റൽ കോളേജസ്, ഇവരൊക്കെ ഈ ബയോമെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് പല ഇതുകളും നമുക്ക് ഈ ഇതിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അവരുണ്ടായിരിക്കും. അത് കഴിഞ്ഞാണ് നമ്മൾ ഈ കോഴിക്കോട്, ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഓരോരോ ഡിഫറെൻറ്റ് സിറ്റീസിലാണ് നടത്തുന്നത്. കോഴിക്കോട് ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്.
കുട്ടികളോട് ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യമാണ്, എങ്ങനെ കോഴിക്കോടിന് നിങ്ങളുടെ ഐഡിയാസ്, യങ് ആയിട്ടുള്ള ആൾക്കാരോടാണല്ലോ നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ അതാണ് സുരേഷ് പറഞ്ഞ ഒരു 10-15 ഐഡിയാസ് നിങ്ങൾക്ക് അവിടെ കാണാം. പിന്നെ ഈ യങ് ആയിട്ടുള്ള വീണ്ടും കാരപ്പറമ്പ് സ്കൂളിലെ കുട്ടികളെ, അപ്പോൾ ഒരു 5 ജനറേഷൻ്റെ ഐഡിയാസ് അവർ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം ഒരേ സമയത്ത് അവിടെ കാണാൻ പറ്റും. അപ്പോൾ 24th കുറച്ചെങ്കിലും സമയം ഉണ്ടാക്കുക, ആർക്കും ബോറടിക്കില്ലെന്ന് ഉറപ്പാണ്. പുതിയ രീതിയിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ നിങ്ങൾ കഴിയുന്നതും ഇതിൽ എന്താ പറയുക, ഇതിൽ മെൻറ്റോർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, സംരംഭകരായിട്ടുള്ള ആൾക്കാരെ, ഇന്നോവേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, സ്റ്റുഡൻസിനെ എങ്ങനെ ഇൻസ്പയർ ചെയ്യാമെന്ന്, അവരവരുടെ കുട്ടികളെ എങ്ങനെ ഇൻസ്പയർ ചെയ്യാമെന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരിലും ഇതൊന്ന് എത്തിക്കണം. കാരണം ആ 24th എന്തായാലും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാടധികം ഞങ്ങൾക്ക് അന്ന് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ലൈനപ്പാണ് അത് ഇതിലുണ്ടായിരിക്കും അല്ലേ, നമ്മുടെ ഡീറ്റെയിൽസിലുണ്ട്. അപ്പോൾ എല്ലാവരും വരിക.